ആദർശ് വിളിച്ച് പോലീസുകാരോട് പറയുന്നുണ്ട്, സാറേ അനാമികയെ കണ്ടുകിട്ടി. നയനയും നന്ദു അന്വേഷിച്ചിറങ്ങിയായിരുന്നു. അങ്ങനെ വണ്ടി നമ്പർ വെച്ച് അവർ അടുത്തുള്ള വീട്ടിലെ CCTV ഫുട്ടേജിൽ നിന്ന് വണ്ടി നമ്പർ എടുത്തിരുന്നു. അങ്ങനെ അത് വെച്ച് അവർ ഫോളോ ചെയ്ത് പോയി. അങ്ങനെ ഗുണ്ടകളുടെ ഗോഡൌണിൽ നിന്നും കുട്ടിയെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. പോലീസ് അയക്കാണ് എന്ത് മണ്ടത്തിന് അവർ കാണിച്ചത്. ഗുണ്ടകളുടെ ഒക്കെ അടുത്തേക്ക് പോകുമ്പോൾ പോലീസോ ആദർശമെങ്കിലും ഇല്ലാതെ എങ്ങനെ പോണേന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ്, സാറേ അതിലൊന്നും കാര്യമില്ല, എന്റെ ഭാര്യയുടെ അനിയത്തിയുണ്ട്, പുള്ളി കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. 6 പേര് വന്നാലും ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തും. അവളുടെ ധൈര്യത്തിൽ അവൾ പോയത്. അവിടുത്തെ ഗുണ്ടകളെയൊക്കെ അടിച്ച് നിരപ്പാക്കിയിട്ടാ അവൾ അനാമികയും കൊണ്ട് വന്നതെന്ന് പറയുന്നുണ്ട്. പോലീസ് പറയാണ്, ആഹാ തന്റെ അനിയത്തിയാണോ, കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ എന്ന് പറയാണ്. പിന്നെ ആ ഗോഡൌണിന്റെയും അവിടെ കൊണ്ടുപോയ ആൾക്കാരുടെയും ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സെൻഡ് ചെയ്താണെന്ന് പറയുന്നുണ്ട്. ഞാൻ അന്വേഷിച്ച് അവന്മാർ ആരെന്ന് കണ്ടുപിടിക്കാന്നൊക്കെ പറയാൻ കേട്ടോ. ശരി സാറേന്ന് പറഞ്ഞിട്ട് ആദർശ് ആ ഡീറ്റെയിൽസിൽ നയനേടുന്ന് മേടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ അന്വേഷിക്കുന്നുണ്ട് പോലീസുകാരൻ. അങ്ങനെ അന്വേഷിച്ചാണ് ഒടുവില് ഈ ഒരു പലിശക്കാരനെ കണ്ടുകിട്ടുന്നത്. അങ്ങനെ പലിശക്കാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് കേട്ടോ പോലീസ് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനു വേണ്ടിയിട്ടാ ആ പെൺകുട്ടിയെ കടത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് സാറേ, ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയുണ്ടല്ലോ എന്റെ കയ്യിൽ നിന്നും 2 കോടി രൂപ മേടിച്ചിട്ടുണ്ട്. ഇന്ന് തരാം നാളെ തരാന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളെ പറ്റിക്കുക. ദാ ഇപ്പൊ മോളുടെ കല്യാണം കോടികൾ മുടക്കി നടത്തുക, അതും കടവാ സാറേ. ആ അനന്തപുരക്കാരെ അവർ പറ്റിക്കുക. അവരാണെങ്കിലോ ഓരോ സ്ഥലത്തുനിന്നും പൈസകൾ കടം മേടിച്ച് മുങ്ങാണ് അപ്പന്റെയും മോളുടെയും ഭാര്യയുടെ പണി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പെൺകുട്ടി തട്ടിക്കൊണ്ട് പോയത്. എന്റെ കാശല്ലേ സാറേ പോകുന്നത്. ആ പെൺകുട്ടിയുടെ കല്യാണമാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ആ കല്യാണ സമയത്ത് അവളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് എന്റെ കാശ് ഒപ്പിച്ച് തരുമല്ലോ, അതോർത്ത് ഞാൻ കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസ് പറയാണ്, ഇതുപോലെ പലിശയ്ക്ക് പണം കൊടുക്കുന്നത് ഇല്ലീഗലാണെന്ന് എനിക്ക് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ സാർ കരഞ്ഞ് കാല് പിടിച്ച് അയാളുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്ന് മേടിച്ചത്. ഒരു ഈടും വെക്കാതെയാണ് ഞാനന്ന് പണം കൊടുത്തത്. ഇയാൾ ഭയങ്കര ബിസിനസ്സുകാരനാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷെ പിന്നീട് അറിഞ്ഞത് അതെല്ലാം കള്ളമായിരുന്നു, ഇയാൾ പക്ക ഫ്രോഡാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാരൻ ചോദിക്കുകയാണ്, അനന്തപുരിയിലെ പയ്യനല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നേ, അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലേ ചോദിക്കുകയാണ്. അറിയില്ല സാറേ, ഇവരെ കുറിച്ച് അങ്ങനെ ആർക്കും വലുതായിട്ടൊന്നും അറിയില്ല. ഇവര് പണ്ട് ഇവിടങ്ങും അല്ലായിരുന്നു, മലേഷ്യയിലായിരുന്നു. അവിടെ ഭയങ്കര ബിസിനസ് ഒക്കെ ആയിരുന്നു സംഭവം. ഇവരുടെ പൂർവികരുടെ കാശൊക്കെ വെച്ച് കളിച്ചതാ. പക്ഷേ അപ്പനെയും മോടെയും ഭാര്യനും ദൂർത്തടിയൊക്കെ കാരണം എല്ലാം പോയത്. ബിസിനസ് ഒക്കെ വൻ പരാജയമായി, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. അങ്ങനെ മലേഷ്യയിൽ നിന്ന് കുറെ ക്യാഷ് ഇവര് കുറെ പേർക്കായിട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് മുങ്ങിയതാ. അങ്ങനെ വേറൊരു നാട്ടിൽ പോയി കുറെ കാലം ജീവിച്ചു. അവിടുന്ന് കുറെ പേരുടെ കയ്യിൽ നിന്ന് കോടികളൊക്കെ ഈ ബിസിനസ് സാമ്രാജ്യവും അവരുടെ വീടൊക്കെ കാണിച്ച് കുറെ അവര് പണം ഇങ്ങനെ മേടിച്ചെടുത്തു. അതിനുശേഷം അവിടുന്ന് അവർ മുങ്ങി. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നേ കുറെ പേർക്ക് ഏകദേശം 10 കോടി രൂപയോളം ഇവർ കുറെ പേർക്കായിട്ട് കടം കൊടുക്കാനുണ്ട്. എങ്ങനെയും അനന്തപുരിയിലെ പയ്യനെ വളച്ചെടുത്ത് അവിടുന്ന് ക്യാഷ് ഒപ്പിക്കാനാ അവരുടെ പദ്ധതി എന്നൊക്കെ പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതിന് പിന്നിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെ സാറേ, ഇവരെ കുറിച്ച് ഇപ്പൊ ആരന്വേഷിച്ചാലും അവര് മലേഷ്യയിൽ ഭയങ്കര ബിസിനസ്സുകാരായിരുന്നു. ഇപ്പോൾ ഉള്ള വീടും പത്രാസൊക്കെ കണ്ടാല് ഇവരെ കുറിച്ച് അങ്ങനെ വലിയ ഡീറ്റെയിൽഡ് ആരും അന്വേഷിക്കുകയില്ലല്ലോ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എന്റെ ക്യാഷ് അതിനൊരു തീരുമാനമായില്ല എന്റെ പൊന്നു സാറേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പോലീസുകാരൻ അപ്പുറത്തന്നെ ആദർശിനെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദർശ്, എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യം സംസാരിക്കാനുണ്ട്, എത്രയും പെട്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അടുത്ത് ജയൻ നിൽപ്പുണ്ട് കേട്ടോ. എന്താണ് കാര്യം ചോദിക്കുമ്പം അറിയില്ല, SI ആണ്, എന്തോ അത്യാവശ്യ കാര്യമുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഏകദേശം നമ്മുടെ അനാമികയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അന്വേഷണമൊക്കെ വരുന്നത്. പോലീസുകാർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആയിട്ടാണ് ഇവിടെ എടുത്തുന്നത് കേട്ടോ. അങ്ങനെ ആദർശും ജയൻ പറയാണ് ഞാനും വരുന്നെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ തന്നെ വെക്കണമെന്ന് പറയാണ്. അല്ല എന്തെങ്കിലും സീരിയസ് മാറ്റാണെങ്കിലോ ഞാനും ആ വഴിക്ക് തന്നെയല്ലേ, ഞാനിവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ജയനും വണ്ടിയിൽ കയറുന്നുണ്ട്. അങ്ങനെ ആദർശും ജയനും കൊണ്ട് പോലീസിനെ കാണാൻ ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസ് അടുത്തെത്തുമ്പോൾ എന്താ സാറ് കാര്യം ചോദിക്കുകയാണ്. അപ്പൊ ഇവർ പുറത്തു വെച്ചാണ് കേട്ടോ കാണുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറയാണ്. അല്ല അനിയന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളെ ചോദിക്കുമ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ച ആയിക്കാണ് സാറെന്ന് പറയാണ്. അല്ല ആ കുട്ടി എങ്ങനെയുണ്ട്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കുട്ടി കുറച്ച് മോഡേൺ ആണ്, അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പിഴച്ചു പോയോ എന്ന് എനിക്ക് തോന്നുന്നു പറയുമ്പം അതെന്താ സാറേ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അല്ല ഈ കുട്ടിയെക്കുറിച്ചും അവരുടെ ഫാമിലിയെക്കുറിച്ചും നിങ്ങൾ ഡീറ്റെയിൽഡ് അന്വേഷിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, അത് സാറേ ആനി നന്നായിട്ട് കവിത എഴുതും, എൻ്റെ അനിയൻ അവൻ്റെ കവിത കണ്ട് ഇഷ്ടപ്പെട്ടായി കുട്ടി വന്നത്, ആരാധികയാണെന്ന് പറഞ്ഞാൽ വന്നത്. അങ്ങനെ അവരുടെ ഫാമിലിയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാർ നമ്മൾ പരിചയപ്പെട്ടു, വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അവർ മലേഷ്യയിൽ ബിസിനസ്സുകാരായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അയാൾ ഭയങ്കര ബിസിനസ്സുകാരാണ്, അയാളെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു, അപ്പോൾ ഭയങ്കര ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സാറേ കാര്യം എന്ന് ചോദിക്കാം കേട്ടോ ജയനും ആദർശും. ഞാൻ ആ പലിശക്കാരനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു, ഇവര് ക്യാഷ് മേടിച്ച ആ ആൾക്കാരില്ലേ അവരെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ച് കുറെ പേരെയൊക്കെ ഡീലറുടെ കണ്ടുപിടിച്ചു. അങ്ങനെ അവരെയൊക്കെ കൊണ്ടുവന്ന് നല്ല പെട കൊടുത്തപ്പോൾ അറിയാൻ സാധിച്ചത്
ഇവര് ഏകദേശം 2 കോടി രൂപ അയാളുടെ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. 2 കോടി രൂപയെന്ന് ചോദിക്കുകയാണ് ജയൻ. ഇവരുടെ മാത്രമല്ല, മലേഷ്യയില് ഇവർക്ക് വമ്പൻ ബിസിനസ് ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷെ അതെല്ലാം പൊട്ടി പാളീസായി പോയി. അങ്ങനെ അവിടെ തന്നെ കുറെ പേർക്ക് 5-6 കോടി രൂപകൾ ഇവർ കൊടുക്കാനുണ്ട്. അവിടുന്ന് അവർ മുങ്ങിയതാ. അതിനുശേഷം അവർ മറ്റേതൊരു സ്ഥലത്ത് പോയി താമസിച്ചു. അവിടുന്ന് കുറെ കടബാധകൾ ഉണ്ടാക്കി അവിടുന്ന് മുങ്ങി. ലാസ്റ്റാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഈ അനന്തപുരിലെ പയ്യന്റെ കവിത കുട്ടി കാണണ്ടെന്നാണ് സംശയം. അങ്ങനെ ഈ അനന്തപുരിലെ പയ്യനെ മനഃപൂർവ്വം ഇവര് വലയിട്ട് പിടിക്കുകയായിരുന്നു പറയുന്നുണ്ട്. ആദർശം ജയനെ മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. എന്താ സംഭവിക്കുന്ന നോക്കത്തോണ്ട് പോലീസ് പറയാണ്, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു, ഞാൻ ശരിക്കും അവരെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണ് ആദർശയെ പറയുന്നത്, ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. അവർ പല പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ ക്യാഷ് പറ്റിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ല അനന്തപുരിലെ പയ്യനാണോ അതോ അനാമികയാണോ ആദ്യം പ്രണയിച്ചൊന്നും ചോദിക്കുമ്പം അല്ല സാറേ, അവന് ആരാധിക ഉണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവരൊന്ന് മീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം അവന് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ആ കുട്ടി തന്നെ വീട്ടിലേക്ക് വന്നത്. ശേഷം അവർ വീട്ടുകാരെയും കൂട്ടി വന്നു. അങ്ങനെ അവർ തന്നെ എല്ലാത്തിനും മുൻകൈ എടുത്തെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവർ പക്കാ പ്ലാനിങ്ങിലായിരുന്നു. അവരെല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അനിയെ വളയ്ക്കാൻ വേണ്ടിയിട്ട് അത് പറയുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ പോകുന്ന ഒരു ദാമ്പത്യമൊക്കെ എന്ന് ചോദിക്കുമ്പോഴേക്കും ജയൻ പറയാണ്, കുഴപ്പമൊന്നുമില്ല, അവരുടെ വീട്ടിൽ നിന്ന് നല്ല സഹകരണം തന്നെയാണെന്ന് പറയുന്നുണ്ട്. സൂക്ഷിക്കണം, അവര് ഇതുപോലെ ഒരുപാട് പേർക്ക് ക്യാഷ് കടം കൊടുക്കാനുണ്ട്. ഏകദേശം 10 കോടി രൂപയോളം അവർക്ക് കടമുണ്ടെന്ന് പറയാണ്. ആദർശ് പറയാണ്, വിവാഹ സമയത്ത് ഇതുപോലെ ഒരു കൂട്ടുന്ന അലമുണ്ടാക്കിയിരുന്നു. ഞാൻ അവർക്ക് 2 കോടി രൂപ എൻ്റെ കയ്യിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഇപ്പൊ തന്നെ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പൈസയും കൂടി അവരിങ്ങനെ കൊടുപ്പിക്കും. എന്നിട്ട് അവർക്കുള്ള ജീവനാംശം കൂടെ വാങ്ങിച്ചിട്ട് മാത്രമേ അവർ പോകുള്ളൂ എന്ന് പറയാണ്. അയ്യോ അതെന്താ സാർ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പം, അല്ല ഇത്തരക്കാരല്ലേ, പറയാൻ പറ്റില്ല. എനിക്ക് ആ ഗുണ്ടയെ ചോദ്യം നിന്ന് മനസ്സിലായ കാര്യം, ഇവരിതുപോലെ തന്നെയാണ് എല്ലാം പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞറിവെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ ചോദിക്കുകയാണ്, ഈശ്വര ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ നടങ്ങി നിങ്ങളുടെ വീട്ടിൽ സുഖമായിട്ട് ജീവിച്ചു പോകാനാണ് ആ കുട്ടിയുടെ തീരുമാനമെങ്കിൽ കുഴപ്പമില്ല, ഭർത്താവിനനുസരിച്ച് നിങ്ങൾ ജീവിച്ചോളുമല്ലോ. അതല്ല ഇനി അവനെ പറ്റിച്ചിട്ട് നിങ്ങളുടെ ക്യാഷ് ഇട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ എന്നോടത് കൃത്യമായിട്ട് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദർശ് പറയാണ്, ശരി സാറേ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ആദർശും ജയനും കൂടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് ഓർക്കാണ്, ശരി നമ്മൾ അന്വേഷിക്കേണ്ടതായിരുന്നല്ലേ അച്ഛാന്ന് പറയുന്നുണ്ട്. അതെ, ഇത്രയും വലിയ കുടുംബക്കാരായിട്ടും നമുക്കിങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞാല് ആളുകൾ നമ്മളെ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജയൻ പറയാണ്, ആദ്യം തന്നെ നവിയുടെ കേസിൽ പോലും നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് അന്വേഷിച്ചില്ല, നമുക്ക് അങ്ങനെ വലിയൊരു ഇതാ പറ്റിയത്. പക്ഷെ അത് ഒരിക്കലും ചതിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ചതിച്ചെങ്കിൽ പോലും നല്ല അനുഗ്രഹം തന്നെ നമുക്ക് കിട്ടിയത് നയനമോളും നവി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കാര്യവും നമ്മൾ ഒട്ടും അന്വേഷിക്കാൻ നിന്നില്ല. എല്ലാം അവർ പറഞ്ഞ തീരുമാനിച്ച് എത്രയും പെട്ടെന്ന് ഉറപ്പിക്കുകയല്ലായിരുന്നോ. അച്ഛനാണെങ്കിൽ വാക്കും കൊടുത്തു. ഇനിയിപ്പോ ആരോട് എന്ത് പറയാൻ സാധിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ അച്ഛാ, എല്ലാം അതുപോലെ ആയിപ്പോയില്ലേ, ഇനിയിപ്പം എന്താ ചെയ്യുക, വീട്ടിൽ പോയിട്ട് എങ്ങനെ പറയുന്നു ചോദിക്കാണ്. അല്ല നമുക്ക് അച്ഛനോടെങ്കിലും കാര്യം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛനോട് ഈ അവസ്ഥയിൽ പറയണോ, പറഞ്ഞത് മുത്തച്ഛനെ കൊണ്ട് താങ്ങാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ് ആദർശ്. പറയാതിരുന്ന എങ്ങനെ പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശം ജയനും കൂടിയിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്തിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.